Hello, my dear cuties. Welcome back to Salem Learning. Salem Learning പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശ്രുതി എന്നാണ് കേട്ടോ. ശ്രുതി ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരീക്ഷയ്ക്കുള്ള ഒരു കുഞ്ഞു ചോദ്യം ഒന്ന് പറഞ്ഞു തരാനാണ് കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് വന്നാൽ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് നിങ്ങൾ ഉത്തരം എഴുതണം. അപ്പോൾ ടീച്ചർ ചോദ്യത്തിലേക്ക് പോവാട്ടോ. എൻ്റെ പേരറിയാമോ? ശ്രുതി എന്നാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പരീക്ഷയെ നമുക്ക് ചിരിച്ചുകൊണ്ട് നേരിടാം അല്ലേ? പരീക്ഷ പേപ്പർ കാണുമ്പോൾ ഇതാണോ പരീക്ഷ, അടിപൊളി എന്ന് പറഞ്ഞ് എഴുതണം കേട്ടോ. നോക്കൂ, ഇവിടെ കുറേ വാഹനങ്ങൾ കാണുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? നിങ്ങളൊക്കെ പോകുന്ന സ്കൂൾ ബസ്, അതുപോലെ ലോറി. അയ്യോ, ഞാൻ പേരൊക്കെ പറഞ്ഞില്ലേ? നിങ്ങൾ പറയൂ ഏതാണ്? ബൈക്കാണ്. പിന്നെയോ കാർ എല്ലാവർക്കും അറിയാം അല്ലേ? ഇതാണ് നമ്മുടെ സൈക്കിൾ. എല്ലാവർക്കും സൈക്കിൾ ഉണ്ടോ? ഇല്ലാത്തവരൊട്ടും വിഷമിക്കണ്ട. കാരണം എന്താണ്? നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ എത്തിയാൽ അച്ഛനും അമ്മയൊക്കെ സൈക്കിൾ വാങ്ങിത്തരും കേട്ടോ. പിന്നെ ഇതെന്താ? റോഡ് റോളറാ അല്ലേ? റോഡ് റോളർ. അതൊന്ന് പറഞ്ഞു നോക്കിയേ. റോഡ് റോളർ. ഇത് റോഡ് റോളർ തന്നെയല്ലേ? റോഡ് റോളർ. അപ്പോൾ ബസ് ഉണ്ട്, ലോറി ഉണ്ട്, ബൈക്ക് ഉണ്ട്, കാറുണ്ട്, സൈക്കിൾ ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ പേര് ചോദിച്ചാൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും വാഹനത്തിൻ്റെ പേര് എഴുതുക എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്തെഴുതാൻ പറ്റണം? എങ്ങനെ എഴുതണം? ബസ് എന്ന് എഴുതിയാൽ മതി അല്ലേ? ബസ്. ഏതെങ്കിലും വാഹനത്തിന്റെ പേര് എഴുതാൻ പറയൂ, അല്ലെങ്കിൽ ചോദിക്കും ടീച്ചർ. ഇത് ലോറിയാണ് അല്ലേ? ഇത് ബൈക്കല്ലേ? ബൈക്ക്. ബലൂണിന്റെ ആണ് വേണ്ടത് അല്ലേ? ബൈക്ക് അല്ലേ? ബൈക്ക്. പിന്നെയോ കാർ എളുപ്പ അല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ സൈക്കിൾ എന്ന് എൻ്റെ മക്കൾ എഴുതണം. ടീച്ചർ തുടക്കം എഴുതി തരാം. ബാക്കി എഴുതണോ? സൈക്കിൾ അല്ലേ? റോഡ് റോളറും മക്കൾ എഴുതണം അല്ലേ? അത് പഠിക്കണമെന്നില്ല അല്ലേ? ബാക്കി എല്ലാതിൻ്റെ പേര് ബസ് എന്ന് എഴുതാൻ പഠിച്ചു നോക്കണം. ലോറി. ഇനിയിപ്പോൾ ലേറി എന്ന് എഴുതരുത്. ഈ ചിഹ്നം വേണം. പിന്നെ ബൈക്കിന് 2 ഐ ചിഹ്നമുണ്ട്. നമുക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ചിഹ്നങ്ങളൊന്ന് സെറ്റാക്കാനുണ്ട് കേട്ടോ. ടീച്ചറിൻ്റെ കൂടെ എല്ലാവരും ക്ലാസ്സിന് വരണേ. ഇനി അടുത്തത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഇതൊക്കെ ചില വാഹനങ്ങൾ പുകയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നില്ലേ? പുകയൊക്കെ പുറത്ത് വിട്ടുകൊണ്ടാണ് വാഹനങ്ങൾ ഇങ്ങനെ പോകാറ്. പക്ഷേ ഈ കൂട്ടത്തിൽ ഏതോ ഒന്നിനല്ല, ഏതോ 1-2 പുകയില്ല. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യമാണ്, പുകയില്ലാത്ത വാഹനം ഏതാണ് എന്നങ്ങ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ത് എഴുതണം? സൈക്കിൾ എന്ന് എഴുതണം. നേരത്തെ നമ്മളിവിടെ എഴുതി. ടീച്ചർ ഒന്നും കൂടി എഴുതി തരട്ടെ. സൈക്കിൾ അല്ലേ? സൈക്കിൾ അല്ലേ? കാണുന്നില്ലേ? അപ്പോൾ ടീച്ചർ ബ്ലാക്ക് കൊണ്ട് എഴുതിയാലോ? സൈക്കിൾ അല്ലേ? പുകയില്ലാത്ത വാഹനം ഏതാണ്? സൈക്കിളാണ് അല്ലേ? അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. വാഹനങ്ങളുടെ പേര്, ചില പ്രത്യേകതയുള്ള വാഹനം അല്ലേ? ഇരുചക്രമുള്ള വാഹനം. ഇതിന് ഇരുചക്രാണ്. ഇരുചക്രം എന്ന് വെച്ചാൽ 2 ചക്രം അല്ലേ? 2 ചക്രമുള്ള വാഹനം. ഇനി 3 ചക്രമുള്ള വാഹനം ചോദിച്ചാലോ? ഓട്ടോറിക്ഷ എഴുതിക്കൂടെ? ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ടീച്ചർ പരീക്ഷയെ ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള ഇനിയും ചോദ്യങ്ങളായിട്ട് വരാം. അതുവരേക്കും ബൈ.